കോൺഗ്രസ് ബി.ജെ.പിയുമായി നടത്തിയ അതിരില്ലാത്ത സന്ധികളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വർഗീയത വേരുറപ്പിക്കാൻ കാരണമായതെന്ന് ജോൺ ബ്രിട്ടാസ് എം.പി. ബി.ജെ.പിക്ക് നേതാക്കളെ സംഭാവന ചെയ്യുകയാണ് കോൺഗ്രസ് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. പണം കൊടുത്ത് സീറ്റ് വാങ്ങുന്നത് കോൺഗ്രസിൽ പുതുമയില്ലാതായെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലം പ്രസ് ക്ലബ്ബിൽ വോട്ടും വാക്കും സംവാദ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു ജോൺ ബ്രിട്ടാസ്. കേരളത്തിന്റെ ദ്രുതഗതിയിലുള്ള വികസന വഴിത്താര, മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായ ക്ഷേമ പെൻഷൻ വിതരണം എന്നിവയാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാനാകാത്ത മതസൗഹാർദ്ദം, ഐക്യദാർഢ്യം, മതമൈത്രി എന്നിവ നിലനിർത്താനും പരിപോഷിപ്പിക്കാനും LDF വിജയം അനിവാര്യമാണ്. ഇന്ത്യയിൽ സ്ഫുടം ചെയ്തെടുത്ത ഒരു സംസ്ഥാനത്തെ ഉത്തരേന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ തലത്തിലേക്ക് മാറ്റാനാണ് BJP ശ്രമിക്കുന്നത്. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ജ്വാലകൾ കേരളത്തിൽ കത്തിക്കാനാണ് ശ്രമം. ഇടതുപക്ഷം സർഗാത്മകവും ക്രിയാത്മകവുമായ ദൗത്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കേരള വികസനത്തെ എതിർക്കുന്ന രാഷ്ട്രീയ നിലപാടാണ് ഇടതുപക്ഷത്തിന്റെ എതിരാളികൾക്കുള്ളതെന്നും കൊല്ലം പ്രസ് ക്ലബിന്റെ വോട്ടും വാക്കും പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ജോൺ ബ്രിട്ടാസ് എം.പി. പറഞ്ഞു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ പിന്നോക്കക്കാര്, ദളിതര്, ന്യൂനപക്ഷങ്ങള് ഇവർക്കൊന്നും തലയുയർത്തി നിൽക്കാൻ കഴിയാത്ത ഒരു സാമൂഹ്യ അന്തരീക്ഷത്തെ കേരളത്തിലേക്ക് പറിച്ചു നടാനാണോ അവർ കേരളത്തെ മാറ്റുമെന്നും കൊണ്ട് അവർ ഉദ്ദേശിക്കും. ഇനി UDFന്റെ ഒരു നിലപാട്, UDFന്റെ നിലപാട് ഞാൻ പറയേണ്ടതില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഒരു പരസ്യം, ആ പരസ്യം കറണ്ട് കട്ട്, ഇന്നു മുതൽ വൈദ്യുതി ഉണ്ടാവില്ല, സ്കൂളുകൾ അടക്കം, ആശുപത്രികളിൽ മരുന്നുണ്ടാവില്ല, റോഡുകൾ താറുമാറായി കിടക്കും. ആ പത്രം എടുത്ത ഏതൊരു മലയാളിയും, ശരാശരി മലയാളി, അത് UDF നേതാക്കൾ പോലും ആ പരസ്യം കണ്ട് ഞെട്ടി. എന്താ കാരണം? ഇതല്ലല്ലോ ഞങ്ങളുടെ പരിസരത്തുള്ള കേരളം. ഇപ്പം കേരളത്തില് ഈ തെരഞ്ഞെടുപ്പില് ചർച്ച ചെയ്യപ്പെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിന്റെ 10 വർഷത്തെ മാറ്റം, സമഗ്രമായിട്ടുള്ള ഒരു വികസനം, സമഗ്രമായിട്ടുള്ള ക്ഷേമം, സാമൂഹികം. ഈ 3 പ്രധാനപ്പെട്ട പ്രതലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സംവാദമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ ഭൗതികമായ മാറ്റങ്ങൾ ഏറെയുണ്ടായി. വിശ്വസിക്കാൻ കഴിയുന്ന, പ്രയോഗത്തിൽ വരുത്താൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് LDF പറയാറുള്ളത്. പ്രത്യയശാസ്ത്രപരമായോ ആശയപരമായോ ഒരു സന്ധിക്കും പോകാത്ത ഉറച്ച നിലപാടാണ് ഇടതുപക്ഷത്തിനുള്ളത്. വർഗീയ കലാപങ്ങളില്ലാത്ത ഭൂമിയായി കേരളത്തെ സംരക്ഷിക്കുന്നു. ജനങ്ങളുമായുള്ള ബന്ധം ശക്തമാക്കിക്കൊണ്ട് ഇടതുപക്ഷം മുന്നോട്ടു പോകും. കോൺഗ്രസ് സർക്കാരുകൾ BJPയുമായി സന്ധി ചെയ്താണ് PM ശ്രീ പദ്ധതിയുടെ പണം വാങ്ങിയത്. KC വേണുഗോപാലിന്റെ അനുഗ്രഹാശിസുകളോടെയായിരുന്നു ഇതെന്നും ബ്രിട്ടാസ് പറഞ്ഞു. CPIM ജില്ലാ സെക്രട്ടറി S. സുദേവനും ജോൺ ബ്രിട്ടാസിനൊപ്പം പങ്കെടുത്തു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.